സോ ഇന്ന് ഈ ഒരു ഗെയിമിൽ നമ്മൾ ഇതിന്റെ കുറച്ച് ക്രീപ്പി ആയിട്ടുള്ള സ്ഥലങ്ങൾ നോക്കാൻ പോവാണ്. അതായത് നമ്മൾ കുറച്ച് മിത്ത് ബസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറെ നോക്കിയിട്ടുണ്ടെങ്കിലും പക്ഷെ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് GTA 5 കുറെ ക്രീപ്പി ഫാക്റ്റുകളാണ് നമ്മൾ നോക്കാൻ പോണേ. കുറച്ച് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അത് മുന്നേ അറിയുണ്ടാവോ ഇല്ലെന്ന് എനിക്കറിയില്ല. സോ നമ്മുടെ ഫ്രാങ്ക്ലി ഇന്ന് അതൊക്കെ തപ്പാൻ പോവാടേയാ. ആൻഡ് നമുക്ക് അതിനൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ കണ്ടാൽ ശരിയാണോ നോക്കണം. എന്തായാലും അതാണ് നമ്മൾ ചെയ്യാൻ പോണത്. സോ ഫസ്റ്റ് നമുക്ക് എന്തായാലും ആ വീഡിയോയിലെ കുറച്ച് കാര്യം നോക്കാം. ലെറ്റ്സ് ഗോ. സോ ഇതാണ് ആ വീഡിയോ. ഇതിൽ ആദ്യം ഇവിടുത്തെ എന്താണ് പറയണേ. Observatory, you can find trash on the floor, and one of the newspapers says coastline under threat. But it doesn't stop there. If you go inside a barber shop, you can find a photo of Los Santos being overtaken by ലോസ് ആൻഡേഴ്സിൽ വെള്ളം കയറിയതിന്റെ സുനാമി, വലിയ സുനാമി വന്നതിന്റെ പറയണേ. പക്ഷെ നമുക്കറിയാലോ ലോസ് ആൻഡേഴ്സിൽ ശരിക്കും വെള്ളം കയറിയത് മോഡ് മാത്രമായിട്ടാണ് നമ്മൾ ചെയ്തേക്കണേ. ആൻഡ് ഇത് എന്ന് പറഞ്ഞാൽ റിയലി വെള്ളപ്പൊക്കം വലിയ സുനാമി വന്നതിന്റെ ഒരു സംഭവമാണ് ഇതിൽ കാണിക്കണേ. അതിൽ പറയണ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ആൻഡ് നമ്മൾ മിത്ത് ബസ്സിങ്ങിൽ ഇതുപോലെ കുറെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ നോക്കിയില്ല. ആൻഡ് ഇതിന്റെ ഏത് ഭാഗത്താണെന്ന് എനിക്കറിയില്ല കേട്ടാ. ആൻഡ് അത് കിടില്ലല്ലേ. അതായത് നമ്മുടെ മോഡും കാര്യങ്ങളൊക്കെ വന്നത് ഈ ഇടയ്ക്കല്ലേ. പക്ഷെ മോഡൊക്കെ വരണേക്കാ മുന്നേ ഗെയിം ഇറങ്ങിയ ടൈമില് അവര് പറയണതാണ് ഇതില് പറയണേ. സോ ലെറ്റ്സ് ഗോ. ഇവിടെ എവിടെയോ ആണ്. അതായത് വെള്ളപ്പൊക്കം വന്നിട്ട് ഈ ഒരു സ്ഥലം മാത്രം സേവ് ആയതിനെ കുറിച്ച് എന്താണ് ആ വെള്ളപ്പൊക്കത്തില് ആ ഇതില് പറയണെന്നാണ് ഇവര് പറയണേട്ടാ. അത് ഇവിടെ എവിടെയാന്ന് തോന്നുന്നു. അതിന്റെ വീഡിയോ കണ്ടിട്ടെങ്കിൽ അത് ഇവിടെ വേറൊരു കാര്യം അറിയോ. ഈ ഒരു സാധനം അതില് അത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ കാര്യം നിങ്ങൾക്ക് അറിയോ, ഈ ഗെയിമിൽ ഇവിടെ ഈ ഒരു മലയുടെ മുകളില് ഈ ഒരു സാധനം ഉണ്ട്. അതായത് നിങ്ങൾക്ക് എന്താണെന്നറിയാലോ, ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കടലിന്റെ അടിയിലുള്ളതാ. ആക്ച്വലി ഇത് നനങ്ങുണ്ട് നോക്കിട്ടാ. കണ്ടാ, ഇത് കടലിന്റെ അടിയിലാ. കണ്ടാ, ഇത് ആക്ച്വലി ഒരു ഫാക്ട് അല്ലെങ്കിൽ മിസ്റ്ററി എന്തോ ഒരു സംഭവം. ഗെയിമുകാർ നമ്മളിന്ന് ഹൈഡ് ചെയ്യണ എന്തോ സംഭവം. ഇവിടെ സ്റ്റാർ ഫിഷ് വരെ ഉണ്ടാ. കണ്ട, ഇത് കടലിന്റെ അടിയിലുള്ള ജീവിയും സ്റ്റാർ ഫിഷ് വരെ ഉണ്ട് ഇവിടെ. ഓക്കെ, അത് ഇവിടെ കടല് പോലും അല്ല. നിങ്ങൾക്ക് അറിയാലോ, കടല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് നോക്കി. നമ്മൾ ഈ നിക്കണേന്റെ ഈ ഒരു ഏരിയയിൽ എവിടെയും കടലും കിണ്ടിയൊന്നും ഇല്ലാണ്ട് ഇവിടെയാണ് കടല്. ഇത് കടലിൽ മാത്രം കണ്ടുവരുന്ന സാധനം. അല്ലെങ്കിൽ ഇവിടെ ഒരു ഡാം ഉണ്ടെന്ന് അറിയാം, എന്നാലും ഇവിടെ അങ്ങനെ സംഭവമില്ല. ആൻഡ് ഇവൻ പറഞ്ഞ വേസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ്. ആൻഡ് ഇവിടെ ഇവിടെ ഒരു ന്യൂസ് പേപ്പർ കിടക്കുന്നുണ്ട് അത്ര. ഓക്കെ, കിട്ടി. ന്യൂസ് പേപ്പറിൽ എന്താണ് കാണിക്കണേ കണ്ട, എന്തൊരു കോസ്റ്റ് ലൈൻ അണ്ടർ ത്രെറ്റ് എന്നാണ് ഇതിലെഴുതിയാണ്. അതായത് ഇത് ഈ സ്ഥലത്തിനെ കുറിച്ചല്ല, വെള്ളം കേറുന്നുള്ളൊരു ഇതാണ് പറയണത് ഇതില്. കണ്ട, കോസ്റ്റ് ലൈൻ അണ്ടർ ത്രെറ്റ്. ഇത് വെള്ളം കയറാൻ പോവാന്ന് ഇവിടെ സുനാമിയില്. ആൻഡ് ഈ വേസ്റ്റ് ഒക്കെ ഇവിടെ വന്നത് സുനാമിയിലൊന്നും ആയിരിക്കില്ല, അതൊന്നും ആയിരിക്കില്ല. ഇവിടെ കുറെ ന്യൂസ് പേപ്പർ കിടക്കുന്നുണ്ട് അങ്ങനത്തെ. പക്ഷെ ഈ വെള്ളത്തിൽ കാണുന്ന സാധനം ഈ മലയുടെ മുകളിൽ വന്ന് ഭയങ്കര അടിപൊളിയാ. അതായത് അതൊരു സംഭവമാണ്. അപ്പൊ നമുക്ക് അയാൾ പറഞ്ഞ ബാർബർ ഷോപ്പിലും കൂടി പോയി നോക്കി നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ അതിലാള് പറയണ ബാർബർ ഷോപ്പ് ആക്ച്വലി ഇവിടെയാണ്. ആൻഡ് ഇവിടെ തന്നെ ആവണമെന്നൊന്നുമില്ല. ഓക്കെ, ഹലോ. ഇവിടെ എന്തൊക്കെയാണ് വെച്ചേക്കണ ഫോട്ടോസ്. ആക്ച്വലി ആടെ തട്ടിണ്ട്, അതൊക്കെ പോട്ടെ. സോ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് കാണണേ നോക്കി നോക്കാം. ഇവിടെ വൈൻവുഡിന്റെ ഇത് വെച്ചിട്ടുണ്ട്, അങ്ങനെ കുറെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓക്കെ, ഇതെല്ലാം ഓക്കെ. ആൻഡ് ഇതും വെച്ചിട്ടുണ്ട്. കണ്ടാ, ഇവിടെ ആക്ച്വലി ഈ ഭൂമിയുടെ മാപ്പ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ശരിക്കും എർത്തിന്റെ ഇത് വെച്ചിട്ടുണ്ടാ, ഇന്ത്യയൊക്കെ എല്ലാം വെച്ചിട്ടുണ്ട്. കൊള്ളാം. സോ ഓക്കെ, വെയിറ്റ്, ഈ ഫോട്ടോ ഇതാണ് നമുക്ക് വേണ്ടേ. ഈ സാധനം നമുക്ക് മാറ്റാനൊന്നും ഇല്ല. പക്ഷെ ഇവിടെ അതിനെയാണ് വെച്ചേക്കണേ. സുനാമി ലോസ് ആൻഡേഴ്സിൽ അടിക്കണതിനെ കുറിച്ചാണ് ശരിക്കും വെച്ചാണ്. കണ്ടാ, സുനാമി വന്നിട്ട് ലോസ് ആൻഡേഴ്സ് മുങ്ങി. അതും മെയ്സ് ബാങ്കിന്റെ അത്രയും വലിയ വെള്ളം. ഓ മാൻ, ഇവിടെയും വെച്ചാണ് ഫോട്ടോ. കണ്ട, ഇതിലും അതിനെ വെച്ചാണ്. പക്ഷെ ഇതൊക്കെ സുനാമിയിൽ മരിച്ച ആൾക്കാരാണോ എന്നറിയാൻ പാടില്ല. ഇത് ശരിക്കും ലോസ് ആൻഡേഴ്സിൽ വെള്ളം കയറിയതാടാ കാണിക്കണേ മാൻ. അതായത് മോഡും കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം മുന്നേ ഇവർക്ക് അറിയാം ലോസ് ആൻഡേഴ്സിൽ വെള്ളം കയറുന്നത്. അതോ ഇത് വല്ല GTA 6 ആയിട്ട് കണക്റ്റഡ് ആയതാണോ എന്ന് എനിക്കറിയില്ല. ആൻഡ് ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആണ്. അടുത്ത ഫാക്ടിക്ക് This house seems pretty normal, but the story that lurks behind it is extremely creepy and sad. The first obvious clue is on this wall. It has the numbers 1-8-0-7 with an arrow pointing to the left. When you follow the arrow, you get brought to this house. And this house represents a house of a victim from the famous Manson family. Before I explain how they're connected, let me quickly tell you what this family is. The Manson family was a group of people led by Charles Manson.
They committed a series of murders in Los Angeles, including a pregnant actress named Sharon Tate. The 18 within the number represents the average number of members in the family, and the 7 represents how many murders Charles Manson was convicted for in real life. സോ അതിൽ പറയുന്നതെന്നുണ്ടെങ്കിൽ ഈ വീടിനെ കുറിച്ചാട്ടാ. ഈ വീട്ടിൽ ആക്ച്വലി ഇപ്പൊ ആൾക്കാരൊന്നും കാണാനില്ല. സോ നമുക്ക് നൈറ്റ് വന്ന് നോക്കിയേക്കാം. സോ നൈറ്റ് വരികയാണെങ്കിൽ തന്നെ ഇവിടത്തെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടായി. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഗെയിമുകാർ ഓൾറെഡി ഇവര് സെറ്റാക്കി എഴുതി വെച്ചാണ് ഇത് അല്ലേ, അല്ലാണ്ട് വെറുതെ ആരും ചെയ്യില്ലല്ലോ. ഗെയിമുകാർക്ക് ഓൾറെഡി അറിയാം നമ്മൾ തപ്പണമെന്ന് അവർ വേണച്ചിട്ട് എഴുതി വെച്ചാൽ എന്താ. സോ ഇവിടെ വീടുണ്ട് ആക്ച്വലി. ആൻഡ് നമ്മൾ ഈ വീട്ടിൽ വന്നിട്ട് വേണം നോക്കാൻ. ഇവിടെ ആൾക്കാരില്ലേ, നമ്മളെ ആൾക്കാരുള്ള ടൈമിൽ വരേണ്ടി വരും കേട്ടാ. ഇല്ലെങ്കിൽ കാര്യമില്ല, ആൾക്കാർ ചിലപ്പോൾ എപ്പോഴും ഉണ്ടാവില്ല ഇവിടെ. അങ്ങനെയുണ്ട് ഈ ഗെയിമില്. നോക്കി ഇവിടെ ആൾക്കാരുണ്ടോ നോട്ടെ. ഈ വീടാന്ന് പറയണേ, ഈ വീട് സിമിലർ ആണാ? എന്ത് സിമിലർ? ഒരു സിമിലറും അല്ലല്ലോ. ഇവിടെ ആൾക്കാരുണ്ടോ രാത്രി? വെയിറ്റ് ചെയ്താ ഇവിടുത്തെ ആൾക്കാരെ ഒറ്റ തള്ളലിന് വിളിച്ചാവുന്നു. നോർമലി ലോസ് ആഞ്ചലസിലെ ആൾക്കാരെ അങ്ങനെയല്ലല്ലോ. നോക്കി നോക്കാം. എടാ ഇയാള് ചത്ത്. ആൾക്കാരൊക്കെ പേടിച്ച് ഇവിടെ ഒരൊറ്റ തള്ളലിന് ആള് ചത്ത്. നിങ്ങൾ ശ്രദ്ധിച്ചാ? നിക്ക് ഓക്കെ, ഇവര് എണീറ്റ് കഥ തള്ളി കഴിഞ്ഞാ ചാവണോണ്ടാണോ? എടി ഇങ്ങനെയല്ല ലോസ് ആഞ്ചലസിൽ വർക്കാവുക ഗെയിം. തള്ളി എടാ ചത്ത്. എടി ഇത് ഞാനിത് ഇതുവരെ ഗെയിമില് ചെക്ക് പോലും ചെയ്യാത്തൊരു കാര്യമാണ്. അതായത് നമ്മളൊന്നും ചെയ്തില്ലേ, ചുമ്മാ ബമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ചാവില്ല. നിങ്ങൾക്ക് എന്റെ പ്രൂഫ് കാണിച്ചാൽ വേദി. എന്റെ ആ വീടിന്റെ ഒരു കഥ പറഞ്ഞ പോലെ തന്നെയാണ് ആ വീട്ടിലുണ്ടായേ. സോ ഞാൻ ഇവിടെ നോർമലി ഒരാളെ ബമ്പ് ചെയ്തു, അവിടെ ബമ്പ് ചെയ്തു, അയാൾ എണീറ്റ് പോയി. മനസ്സിലായാ? അല്ലാണ്ട് അങ്ങനെ ആൾക്കാർ ചാവില്ല. നോർമലി ആൾക്കാർ ഇപ്പൊ ഇങ്ങനെ വന്ന് വൻ തള്ളൊക്കെ തള്ളി ഇവർ ഇടിഞ്ഞു വീണാൽ മാത്രമേ മരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ തള്ളി കഴിഞ്ഞാൽ ആൾക്കാർ ചുമ്മാ ഒന്നും ഉണ്ടാവില്ല. അത് കണ്ട ഇവരൊക്കെ എണീറ്റ് പോകും. ചിലപ്പോ നമ്മൾ ഇടിക്കാനും വരും ഇവര്. ഇവിടെ ആ വീട്ടിൽ മാത്രം ഒറ്റ തള്ളല്ല ആള് ചാവും. നിങ്ങൾക്ക് ഇതിന് മുന്നേ അറിയണ്ടായിരുന്നെങ്കിൽ ഡു കമന്റ് ബിലോ. എനിക്കറിയാത്ത വല്ല നിങ്ങൾക്ക് അറിയിച്ചാലും അതും കമന്റ് ചെയ്യണേ. സോ നമ്മൾ മുമ്പ് മിത്ത് ബസ് ചെയ്ത പോലെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ലോസ് ആഞ്ചലസിൽ നോക്കാൻ പോണ്. ഇവിടെ ആരും ചാവില്ല. ലെറ്റ്സ് ഗോ. അടുത്ത മിത്ത് അല്ല, സോറി, അടുത്ത കാര്യം. There's a message that says, "Ain't no mystery they drowned her because of what she knew." This isn't just a threatening message. It gets deeper than that, because the body can be found underwater at this location. In the mountains, there's this cult called the Altruist Cult. Basically, these older men believe in survival of the fittest. Some walk around naked, and oh yeah, they're cannibals. In story mode, Trevor even has the option to bring them sacrifices. ആൾക്കാർക്ക് ഈ ആൾക്കാരെ തിന്നണം. മുന്നേ നമ്മൾ GTA 5 കളിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഡേഞ്ചർ ആൾക്കാരുടെ ചെയ്യാ. സോ നമ്മളെ ആക്ച്വലി ഓൾറെഡി ഇവിടെ തന്നെ ആയതുകൊണ്ട് ഈ മെസ്സേജ് നമുക്ക് വായിക്കാം. നോ മിസ്റ്ററി, they drowned her because of what she know. അവൾക്ക് എന്തോ അറിയണോണ്ടാണ് അവളെ അതായത് വെള്ളത്തിൽ മുക്കി കൊന്നതെന്നാണ് പറയണേ. അതെന്ത് സീൻ നോക്കട്ടെ. സോ അതായത് നിങ്ങൾ ഗെയിം കളിക്കണമെങ്കിൽ നിങ്ങൾക്കും വേണമെങ്കിൽ നോക്കട്ടെ. ആക്ച്വലി അവർ പറയണ ലൊക്കേഷൻ ഇവിടെ എവിടെയാണ്. അപ്പൊ ഞാൻ തപ്പി വന്നപ്പോഴെങ്കിൽ ഞാൻ ഇത് കാണിക്കാൻ വിചാരിച്ചാൽ കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ കടലിന്റെ അടിയിൽ ഉള്ളൊരു സാധനമാണ് ഇത്. കണ്ട, ഇത് അവിടെ വരെ ഒരു വഴിയില്ല. നമ്മള് അവർ പറഞ്ഞ ലൊക്കേഷനിൽ വന്നു. ഞാൻ ആക്ച്വലി വേറെന്തോ സാധനം ഇവിടെ കണ്ടടാ. കപ്പല എന്തോ ഒരു സാധനം ഇവിടെ കിടക്കുന്നുണ്ട്. കപ്പല് പോലെ എന്തൊരു സാധനം. ഇത് എവിടെയാടാ? തപ്പാൻ കുറച്ച് പണിയാട്ട്. ഇത് ഇങ്ങനെയല്ലേ ഇത് കണ്ടുപിടിക്കണ ആൾക്കാരെ സമ്മതിക്കണട്ടാ. എനിക്കൊന്നും ഒരു കിണ്ടിയും കാണാല്ലേ വെള്ളത്തിന്റെ അടിയില്. എന്റെ അമ്മ നോക്കിട്ട് വരാടേ. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു ബോട്ട് വരെ കിടക്കണ്ടാ. അവരെന്നെ കൊടുന്ന ബോട്ടാണ്. ഇവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട്. ഒരു ഷിപ്പ് അങ്ങനെ ഇവിടെ പൊളിഞ്ഞു കിടക്കുക. കണ്ടാ ഇവിടെ എവിടെയായിരുന്നു? എനിക്കറിയാൻ പാടില്ലത്. ആ വീഡിയോയിൽ അവരിവിടെ എവിടെയാണ് കാണിക്കണത്. പക്ഷെ അത് എവിടെയാടാ? കിട്ടി ചേടാ, സ്ഥലം കിട്ടി. കണ്ടാ? എടേ ഇത് ശരിക്കൊരു പെണ്ണാണ് ആക്ച്വലി. ഓക്കെ, കണ്ടൊരു സ്യൂട്ടിട്ട് ഏതൊരു പെണ്ണിതാ. ആരടാ? മുഖമൊക്കെ മൂടിയിട്ട് കെട്ടി മുക്കിയാണ് ഈ ഗെയിമില്. കണ്ട ഇതൊക്കെ എന്താലേ? ഈ പെണ്ണിനെ ഇവിടെ വെച്ച് കൊന്നു. അതിനെ മാത്രല്ല ഇവിടെ ഒരു ബോട്ടും കിടക്കുന്നുണ്ട് തൊട്ടടുത്ത്. ഈ ബോട്ടിന്റെ അവിടെ ആണെങ്കിൽ ആർമർ എന്തൊക്കെയാ കിടക്കണേ. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഇത് കറക്റ്റ് വന്നു കഴിഞ്ഞാൽ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഇത് മിലിറ്ററി ബേസിന്റെ അവിടെയാ. ബ്രോ നോക്കട്ടാ, ഇവിടെ പൊന്തി വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാ. നമ്മുടെ മിലിറ്ററി ബേസ് ദേ ഇവിടെയാ. കണ്ട, ഇവിടെയാണ് കൊണ്ട് മുക്കിയേക്കണേ. കപ്പലടക്കം. കപ്പലിന് ഇനി അവരും കപ്പലും എന്താ ബന്ധം ഒരു ഐഡിയ ഇല്ലടേ. ഓക്കെ, അടുത്ത മിസ്റ്ററിയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ.
know about this mine shaft, but within this lightless tunnel, you can find a body. It goes super deep with multiple turns. Now, what even less people know is that the body is actually connected to a secret mission. In one of Solomon's missions, you have to read a letter. This letter is wrote by the murderer Fred Quincy. He writes about some mistakes he's made, including dumping someone in a mine. That somebody is the man you find in the mine shaft. The graveyard has സോ അവര് പറഞ്ഞ ഈ ഒരു മൈനിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ മുന്നത്തെ ഏതൊക്കെയോ വീഡിയോസിൽ നമ്മൾ ഈ ഒരു ബോഡി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. നമ്മൾ പണ്ട് കളിച്ചപ്പോഴൊക്കെ ചിലപ്പോൾ ഈ ബോഡി കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. നോക്കിയോ കാടേ. ഓക്കെ, ടോർച്ചൊക്കെ എടുത്ത് പോവാം. നിങ്ങൾ ഈ ബോഡി ഗെയിമിൽ കണ്ടിട്ടുണ്ടോ ഇല്ലേ? നിങ്ങൾ ഡു കമന്റ് ബിലോ പോയി നോക്കിയിട്ട്. ഓക്കെ, സോ അവർ പറഞ്ഞ അങ്ങനെയാണ്. അതായത് ആ ഒരു മിഷനിൽ പറയണ ആള് അല്ല, ആ മിഷനിൽ പറയുന്നുണ്ട് നീ മൈനിൽ കൊന്നിട്ടത്. പക്ഷെ നമ്മൾ ആ മിഷന് വേണ്ടി നമ്മളിവിടെ വരില്ലടാൻ ചെയ്യാ. ഈ ഗെയിമിൽ ഇതൊക്കെ ഇവര് ഓപ്പൺ ആക്കാണ്ട് വെച്ചാണ് സ്ഥല. നമ്മൾ മിഷന് വേണ്ടി ഒന്നും ഒരിക്കലും ഇവിടെ വരാറില്ലായിരുന്നു. അതാണ് കിട്ടിയടാ, കിട്ടി. അതിന്റെ ഇവിടെ ഒരു ഹൊറർ സൗണ്ട് ഒക്കെ ഉണ്ടെന്നാ പറയണേ. ഓക്കെ, ഇതാണ് ആള്, ആ ബോഡി. പക്ഷെ ഇയാളും എനിക്ക് തോന്നുന്നു ഇയാളുടെ പേരില്ലേ, ഇയാളുടെ പേര് ജാക്ക് എന്നാണ് എനിക്ക് തോന്നണേ. കാരണം ആ ജാക്ക് എന്ന് പറയണ, അതായത് ഇങ്ങേരുടെ പേര് ജാക്ക് എന്നെന്തോ ആണ്. കാരണം നമ്മൾ മലയുടെ മുകളിലുള്ള ഗോസ് നിങ്ങൾക്ക് അറിയില്ലേ, അതിന്റെയും എന്തൊരു മിസ്റ്ററി ഉണ്ടാവും അറിയില്ല. അതിലും ഇതായിട്ട് എന്തൊരു ബന്ധമുണ്ട് എനിക്ക് തോന്നണേ. സോ ഇതൊക്കെ നമ്മൾ എനിക്ക് കണ്ടാൽ നമുക്ക് അടുത്തിരിക്കാം. The graveyard has multiple secrets. If you come during the day, you can find a dog who visits its deceased owner every day, and it just sits there. Now, this is actually based on a true story called The Grey Friars Bobby, and for 14 years, the dog protected its owner's grave until it sadly died. And at this location, you can find large bugs. Most people think this is just a mistake. However, others think that this is the start of a mutation disease. This next one isn't mutation. എടാ, ഞാൻ ആക്ച്വലി ഇപ്പൊ ഇവിടെ വന്നു. എന്റെ ആ ഡോഗ് വന്നിരിക്കണത് എവിടെയത്? എന്തൊരു പേടി വെപ്പ. ഇതിന്റെ ഇടയിലൊന്നും ഡോഗ് വരില്ലടേ. അതാണ് പ്രശ്നം. ഡോഗ് വന്നിരിക്കുന്ന സ്ഥലം എവിടെയാ? അതിന്റെ നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി ഡേ ടൈമിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പറയണ. പക്ഷെ ഏത് ഇതാന്ന് എനിക്കറിയില്ലടാ. അതിന്റെ ഇവിടെ വെടിവെപ്പ് നടക്കണോണ്ട് ഡോഗ് പോയിട്ടൊരു കിണ്ടി ഇവിടെ വരാൻ ഒരു സാധ്യതയില്ലടേ. ഡോഗിനെ കണ്ട് ഡോഗ് വരുന്നേ. ഇത് മോഡല്ല, അതാണ് ഞാൻ പറയണത്. ഇത് മോഡ് കിണ്ടിയെന്നല്ല, റിയലാണ്. ഗെയിമില് റിയൽ ആയിട്ട് ഉള്ളത്. ആ ഡോഗിനെ ഓടിക്കണ്ടേ. ഡോഗ് എങ്ങടെ പോണേന്ന് നോക്കട്ടാ. ഇതിനെ ഫോളോ ചെയ്ത് പോവാ. ഇത് എങ്ങടെ പോണേ? ഇത് നമ്മളൊന്നും ചെയ്തല്ല. ശരിക്കും ഈ ഗെയിമില് അവിടെ സ്പോണായതാ തന്നെ. ആൻഡ് ഇത് പോണ സ്ഥലം എവിടെയാന്ന് എനിക്കറിയില്ല. ഓക്കെ, ആ ഡോഗ് പോണു. എടാ ആലോചിച്ച് നോക്ക്, ഗെയിമിൽ ഓൾറെഡി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കത് ഡോഗ് പോണു. ഇതാണ് ആ സ്ഥലം. ഞാൻ ഈ സ്ഥലം തപ്പുണ്ടായിരുന്നേ. ഡോഗ് പക്ഷെ തിരിച്ചു പോയിടാ. ഡോഗ് ആക്ച്വലി ഇവിടെ വന്നിരിക്കുന്നാണ് ആള് പറഞ്ഞേ. പക്ഷെ നമ്മുടെ ഡോഗ് തിരിച്ചു പോയാട്ടാ. അതെന്താ ഡോഗ് തിരിച്ചു പോണേ? നമ്മളെ കണ്ടോണ്ടാണോ? എനിക്കറിയാൻ പാടില്ല. അതായത് ഡോഗ് ഇവിടെ വന്നിരിക്കുന്ന പറഞ്ഞേ. ഡോഗ് ഇത് വേറെ എങ്ങോട്ടോ പോണു. ഇവിടെ ആരെങ്കിലും പേരുണ്ടാ? ഹാസ് മെമ്മറി എന്താ എഴുതിയാണ്. ഡോഗ് നമ്മളെ കണ്ടോണ്ടാണെന്നറിയില്ല. ഡോഗ് ഇതേ തിരിച്ചു പോണു. കണ്ട കൊള്ളാലേ. ഗെയിമിൽ ഓരോന്നും ഉണ്ടാക്കി വെച്ചാൽ ഏതാ ലെവല്. ഇത് നമ്മളൊന്നും ചെയ്യാൻ. അതേ ഡോഗ് മഞ്ഞ ടൈ ഇട്ടിട്ട് കണ്ടാ. ഇപ്പൊ ഈ ഡോഗ് എങ്ങടെ പോണേ എനിക്കറിയില്ലടേ. എന്തായാലും ഡോഗ് വരും. ഓക്കെ, അവിടെ ഇരിക്കില്ലെന്ന് എപ്പോഴാന്ന് എനിക്കറിയില്ല. ചിലപ്പോ ടൈം ഉണ്ടാവും, അതായിരിക്കാം മേ ബി, എനിക്കറിയില്ല. സോ അടുത്തേക്കോ. എന്റെ അതിൽ പറയണ ഈ ഒരു സ്ഥലം ഇത് നിങ്ങക്ക് വന്നാലും കാണാൻ പറ്റും. അതിന്റെ ഇതെന്താ മ്യൂട്ടേഷനാണ് ആള് പറയണേ. എന്ത് മ്യൂട്ടേഷൻ? ഇതുണ്ടോ നിങ്ങള്? ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയ പാറ്റ വണ്ട എന്തൊരു സാധനം. കാണുമ്പോ തന്നെ ഭയങ്കര വീട് സാധനം അത്. ആക്ച്വലി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം. അപ്പൊ തന്നെ കണ്ടുല്ലോ. കണ്ടാ പോണു. ശ്രദ്ധിച്ചാ? ഇത് മ്യൂട്ടേഷനാന്നൊക്കെയാണ് ഇയാള് പറയണത്. പോണു. എന്റെ അമ്മോ, കൊല്ലാനൊന്നും പറ്റില്ല. സോ ഇത് ഞാൻ ഒരു മിത്ത് ബസ്സിങ്ങിൽ കാണിച്ചിട്ടുണ്ട്. സോ മിക്ക ആൾക്കാരൊക്കെ കണ്ടിണ്ടാവില്ല. സോ എന്റെ മിത്ത് ബസ്സിങ്ങിൽ കുറെ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ അടുത്തിരിക്കും. ഇതാണ് അടുത്തത്. ഇങ്ങനെ ഒരൊറ്റ ബെഞ്ചുള്ളൂടെ അവിടെ. എന്റെ അമ്മയുടെ അത് കൊള്ളാലോ. Chris Edwards passed away. He worked on 5 different GTA projects, the first starting in 2005 and the last ending in 2013. Rest in peace, Chris Edwards. അടിപൊളിയല്ലേ. അയാൾക്ക് വേണ്ടി മെമ്മറി. A house that bleeds when you shoot it. No one's sure if this is an Easter egg and has more to it, or if it's just a developer. Actually, ഈ ഒരു സംഭവം ഞാൻ മിത്ത് ബസ്സിങ്ങിന് വേണ്ടി മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് നമ്മുടെ മിത്ത് ബസ്സഡായിരുന്നു. ഇന്ന് ഇതുണ്ടോ ഇല്ലെന്ന് എനിക്ക് നോക്കണം. കാരണം ഇയാൾ ഇപ്പോഴും ഇത് ചെയ്യുന്നുണ്ട്. Back in the day, ബ്ലഡ് വരുന്നു.
സോ അവർ ആദ്യം പറഞ്ഞത് ഈ ഒരു സ്ഥലമാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ആകെ ഒരേ ഒരു ബെഞ്ച് കണ്ട, ഇൻ മെമ്മറി ഓഫ് ക്രിസ് എഡ്വേർഡ്സ് എഴുതിയത് ഒറ്റ ബെഞ്ച്, സിംഗിൾ. കാര്യം ഇത്രയും സ്ഥലമുണ്ട് ഈ ഗെയിമിൽ, കുറെ ബെഞ്ചുകളും കാര്യങ്ങളുണ്ട്. പക്ഷെ കറക്റ്റ് ഇവിടെ തന്നെ ഇത് ഇവര് വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കിടിലല്ലേ. കാരണം അത് ഈശ്വരക്ക് പോലത്തെ ഒരു സംഭവം അല്ലേ. ഇപ്പോഴും ഈ ഗെയിമിൽ കുറെ സീരിയസ് ആയിട്ടുള്ള സംഭവം ഉണ്ട് അല്ലെ. ഇത്രയും കാലം കഴിഞ്ഞിട്ട് 13-14 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇതൊക്കെ ഉണ്ട്. ആൻഡ് നമുക്ക് ആ വീട് അതെന്താ എനിക്ക് ചെക്ക് ചെയ്യാനടെ. ഇതാണ് ആ ഒരു വീട്. ആൻഡ് എനിക്ക് തോന്നുന്നു മുന്നേ നമ്മളിത് ടെസ്റ്റ് ചെയ്തപ്പോ ബ്ലഡും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. എനിക്ക് ഓർമ്മയുണ്ട് മിത്ത് ബസ്സിങ്ങില്. പക്ഷെ ബ്ലഡ് വരികയെന്ന് പറയാത് ഭയങ്കര ക്രീപ്പിയാണ്. നോക്കി നോക്കാം, എന്തായാലും വന്നാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം നമ്മൾ ഇതിനു മുന്നേ അത് കണ്ടിട്ടില്ല. ഇതിലൊരു കണ്ടെടുക്കാം, ഏത് കണ്ടുവേണമെങ്കിൽ പറ്റൂടാ. എടാ ശരിക്കും ബ്ലഡ് തെറിക്കുന്നുണ്ട്. അതായത് ബ്ലഡ് ശരിക്കും തെറിക്കുന്നുണ്ട് അവിടെ. നോ വേ. ഞാൻ ഈ കണ്ടെടുത്ത കുറച്ച് ഫാസ്റ്റ് ആയിട്ടാ. ബ്ലഡ് തെറിക്കുന്നുണ്ട് അവിടെ നിന്ന്. ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ GTA 5 ഈ സാധനം കാണുന്നത്. ആദ്യമായിട്ട്, ഫസ്റ്റ് ടൈം. ഞാൻ ഇത് കുറെ കാലം ഈ ഒരു മിത്ത് ഉണ്ടെന്ന് എനിക്കറിയാം, ഈ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളും ഗെയിമിൽ കയറിയിട്ട് ഈ സാധനം അടിച്ചു നോക്ക്. ആക്ച്വലി എനിക്ക് ഇതിന് മുന്നൊന്നും വർക്ക് ചെയ്തിട്ടില്ലടാ. രാവിലെ ആക്കി നോക്കട്ടെ ടൈം ഞാൻ. ഓക്കെ, ഇതാണ് രാവിലെ കണ്ട. ഇത് ശരിക്കും ബ്ലഡ് അല്ലേ. ഞാൻ രാവിലെ വെടിയായിരിക്കും വാങ്ങിച്ചു തരാം. ഇത് നോക്ക്. വാവ്, ഇതൊക്കെ എന്ത് ക്രീപ്പി സാധനങ്ങളല്ലേ ശരിക്കും. ബാക്കി ചാനലിനൊന്നും ഇല്ല കണ്ട. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ആ ഒരു ചാനലിന് മാത്രം അങ്ങനെ ബ്ലഡ് വരണല്ലേ. എടേ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറയാം, ബ്ലഡ് ഉണ്ട് ശരിക്കും ഗെയിമിൽ ഈ ഒരു ചാനലില്. അടിപൊളി. സോ അടുത്തിരിക്കുക. Now I know mostly everyone knows about this ghost on the hill, and if you don't, you must have been living under a boulder. But if you open up your phone and type Lenora Johnson and click this website, it'll tell you how this girl became a ghost and how it happened, going into even further detail. On another website called Accept the Chaos, there's a photo of a family, but when you press the button Play God, it shows a photo of them in a car crash, which I'm blurring out because it's pretty graphic. The dog in the photo is also a part of the same story. When Franklin finds a guy stuck in a tree, he was led there by a dog. And once Franklin told the guy his dog saved his life, this stuck ഈ ഒരു കോസ്റ്റിന് നിങ്ങൾ കണ്ടല്ലോ. ആൻഡ് ഈ കോസ്റ്റിന്റെ വേറെ കാര്യം ഞാൻ പറയില്ലേ, അവിടെ ആ ഇതിന്റെ ഉള്ളിൽ കിടക്കണ ഒരു തല്ലേ ജാക്ക് എന്നാണ് അവന്റെ പേരെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഇവിടെ എഴുതി തന്നെയാണ് ജാക്ക് എന്നാണ് ഇവിടെ എഴുതി വെച്ചാണേ. ഉള്ളിൽ നമുക്ക് നിക്കാൻ പറ്റും. മുമ്പൊന്നും ഇതുപോലെ നിക്കാൻ പറ്റുണ്ടായിരുന്നില്ല. ഈ സംഭവം എല്ലാവർക്കും അറിയാം. പക്ഷെ അവൻ പറഞ്ഞ വെബ്സൈറ്റ് ഏതാ, ജാക്ക്. അതെ, ഇതെന്താ ഇവിടെ തന്നെ വന്ന ഈ സാധനം. ഇതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഇത് ഇവിടെ വരാൻ കാരണം വല്ല കാര്യമുണ്ടാ. എന്തെങ്കിലും ആയിക്കോട്ടെ. അവൻ പറഞ്ഞത് ഏതിലാടാ, ലിയോണ. ഓ ദേടാ, ഹൂ കിൽഡ് ലിയോണ ജോൺസൺ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണണേ. കില്ലർ വാസ് നെവർ ഫൗണ്ട്. ഓക്കെ, മൈ ബേസ്മെന്റ് ഈസ് വാൾപേപ്പേർഡ് വിത്ത് പിക്ചർ ഓഫ് യു എന്ന്. അതായത് അങ്ങനെ വല്ല ബേസ്മെന്റ് ഉണ്ടോ കാണാൻ പറ്റണത്? ഓക്കെ, ഇത് ഇവര് തന്നെയാണെന്ന് ഇനി അറിയാം നമുക്ക്. ഇവരെ ലുക്കാണോ ഇതിന്? കുറച്ച് ഇവരെ ലുക്കാന്നോ. Complete 100% of story mode, you can go to the top of Mount Chiliad and a UFO will spawn. This is linked to the Mount Chiliad mural where you can see a UFO at the top of it. The Blaine County Motel is possibly... ഇത് ഏതൊരു ടൈം ഉണ്ട് കേട്ടോ ഇതിന് കറക്റ്റ് ആയിട്ട്. ഇവിടെ സാധനം കാണാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞൊരു UFO വരും. പക്ഷെ ഏതൊരു ടൈം ഉണ്ട്, കം ബാക്ക് വെൻ യുവർ സ്റ്റോറി ഈസ് കംപ്ലീറ്റ് എന്ന്. ഓക്കെ, ആ ടൈം ഞാൻ നോക്കട്ടെ. സോ നമ്മൾ നമ്മുടെ UFOനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടാക്കണ്ട. കണ്ട സാധനം വന്ന്. ആൻഡ് ഇത് ഇവിടെ ഉള്ളതാ. ഇതൊരു മോഡും കാര്യങ്ങളും അല്ല ആക്ച്വലി. ഇത് ഗെയിമിലുള്ളതാ. ഗെയിം കംപ്ലീറ്റ് ആക്കിയാൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ഇതുവഴി കാണാൻ പറ്റുമോ? ഓ, ആൻഡ് ഇതിന്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റിയെന്ന് പറയണേ. പക്ഷെ ഇതൊക്കെ അടിപൊളിയല്ലേ, ഗെയിമിൽ ഓൾറെഡി ഉള്ളതാ. അടുത്ത് പോയാൽ അത് പോവോ? ഓ, അടുത്ത് പോയാൽ അത് കാണാണ്ടാവൂടാ. അതെന്ത് സീനല്ലേ. ഇതൊക്കെ നമ്മുടെ മിത്ത് ബസ് ചെയ്യുന്ന ടൈമിലൊക്കെ ഞാൻ മുമ്പ് ചെയ്തല്ല. പക്ഷെ ഇത് ക്രേസി സാധനമുണ്ട്. ഇത് മോഡ് പോലെയല്ല, അതാണ് കാര്യം. മോഡല്ല, ലിറ്ററലി ഗെയിമിലുള്ളത്. സോ ഓക്കെ, യാ. At this location, you could find a cave with a lit fire and a skull. No one knows why it's here, but it belongs to the Altruist cult. And you can tell because the paintings are the same ones that you could find at the camp. This house doesn't bleed
like the other one, but if you come here at night, you could look into the windows and you'll be able to see blood that's already on the window. It's possible that the other house bleeding is just a glitch, but these bloodstains are already here, meaning they got implemented for a reason. ഇതാണ് അവര് പറയണ മറ്റേ സ്ഥലം. ഇത് കുറച്ച് ക്രീപ്പി തന്നെയാട്ടാ സംഭവം. ഇതുണ്ടാ ഇതിനൊരു ഇതുണ്ട്, അതായത് ആരോ കുരുതിയൊക്കെ കൊടുക്കണ പോലത്തെ സാധനം ഉണ്ട് കണ്ടാ. അതാണ് എനിക്ക് ഇതിലൊരു ഭയം വരുന്നത്. ഇവിടെ എന്താ എഴുതി വെച്ചാണ് താങ്ക്സ്, ഗീവ് താങ്ക്സ്, റിയലൈസ് ഹിം, സീ ദ ഐ കേട്ടാ. ആൻഡ് ഇവിടെ ഈ സാധനം ഉണ്ട് കേട്ടോ, ഇത് ബലി കൊടുക്കണ പോലത്തെ എന്തോ സംഭവം ഇവിടെ ഓൾറെഡി തീയൊക്കെ ഇട്ട് ഇവര് വെച്ചേക്കാണ്. എന്റെ അമ്മ, ഒരു ഗുഹ പോലെ അല്ലേ. എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചാണ്. ആൻഡ് ഇതിന്റെ മുകളിലാണ് അവരുടെ സ്ഥലം. സോ ഇത് അവരുടെ സ്ഥലമാണ്. ആൻഡ് ഇവിടെ മൊത്തം ഈ ഐയും റിയലൈസും സീ ദ ഐ എന്നൊക്കെയാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ മ്യൂസിക് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടത്. കേക്കാല്ലേ ഒരു നാടൻ മ്യൂസിക്. പക്ഷെ ഇപ്പൊ എന്തായാലും ഇവന്മാരെ തട്ടണം. നാടൻ മ്യൂസിക്. നീ കയറടാ പന്നി, ചേവട പന്നികളെ. ഇവിടെ തുണി കൊടുക്കാത്തവനൊക്കെ വരില്ലേ. എൻ്റെ ഇവരെല്ലാ ദിക്കലും ഈ ചിഹ്നം ഉണ്ട് കേട്ടോ. സോ എനിക്ക് തോന്നുന്നു എന്തായാലും ഇതുകൊണ്ട് കൂടി ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ചാൽ എനിക്കാണ്. മേ ബി ഇനി ഇതിലും കൂടുതൽ ഐറ്റംസ് സംഭവങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മളെന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ അതുവരെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, സബ്സ്ക്രൈബ്. അടുത്ത സമയം എല്ലാവർക്കും ബൈ ഗൈസ്, താങ്ക് യു ഫോർ ദ സപ്പോർട്ട്.